സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു. അലക്സ് റാം മുഹമ്മദ് കാലാവസ്ഥയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം തത്സമയം മോർണിംഗ് ഷോയിൽ വരികയാണ്. അലക്സ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ ഇന്നലെ രാത്രിയിലെ കാര്യമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഈ ചക്രവാത ചുഴിയൊക്കെ ഉള്ളതുകൊണ്ട് മഴ തുടരും എന്നാണോ? തീർച്ചയായും സംസ്ഥാനത്ത് തുലാവർഷം സജീവമായി തുടരുകയാണ്. അടുത്ത 3-4 ദിവസം കൂടി സംസ്ഥാനത്ത് ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എസ്കാൻ സൂചിപ്പിച്ചതുപോലെ തെക്കുകിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപത്തായി ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അത് ഈ മണിക്കൂറുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. വരുന്ന 48 മണിക്കൂറിനുള്ളിൽ അത് വീണ്ടും തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കേരള കർണാടക തീരത്തിനു സമീപം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ സ്വാധീനത്തിൽ വടക്കൻ കേരളത്തിലേക്കടക്കം മഴ വ്യാപിക്കാനുള്ള സാധ്യത അടുത്ത ദിവസങ്ങളിൽ കൂടുതലാണ് എന്നുള്ളതാണ് ആ പ്രവചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ഈ 9 ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. 9 ജില്ലകളിൽ മാത്രമല്ല മറ്റു ജില്ലകളിലും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ അലർട്ടുകൾ നൽകിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തുലാവർഷ മഴയുടെ ഒരു പ്രത്യേകത ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയാണ്. ആ തരത്തിൽ തന്നെ മഴ ലഭിക്കും. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രത തുടരണം. മലയോര മേഖലയിൽ കനത്ത മഴയ്ക്കാണ് സാധ്യത എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി പറയുന്നുണ്ട്. അത് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസമൊക്കെയായി ഇടുക്കിയുടെ മലയോര മേഖലയിൽ ലഭിക്കുന്ന മഴ. കാര്യമായി തന്നെ ഇടുക്കിയിൽ കഴിഞ്ഞ 4-5 ദിവസമായി കാര്യമായ മഴയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പലയിടങ്ങളിലും ഇടുക്കിയുടെ മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ട്. ഇടുക്കിയുടെ മാത്രമല്ല തെക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും പല ജില്ലകളിലെയും മലയോര മേഖലയിൽ കാര്യമായി തന്നെ മഴയുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു തിരുവനന്തപുരത്തും. അതിനാൽ ജാഗ്രത തുടരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ നദീതീരങ്ങൾ, അതുപോലെ തോടുകൾ, ജലാശയങ്ങളിലൊക്കെ നീരൊഴുക്ക് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് 21-ാം തീയതി വരെ തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടലിൽ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ കടലിൽ കാറ്റ് വീശാനും അതുപോലെ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ പൊതുജനങ്ങളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.